ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 57-ാമത്തെ ശ്ലോകം നോക്കാം. കിം മോഹദോ രക്ഷിതേന സുപുഷ്ടേന ബലീയസ അധ്രുവേണ ശരീരേണ ശുകശാസ്ത്രകഥാം വിനാ. കിം മോഹദോ രക്ഷിതേന. കിം എന്ത്? മോഹദോ രക്ഷിതേന. മോഹദോ രക്ഷിതേന. മോഹദോ എന്ന് പറഞ്ഞാൽ മോഹം നിമിത്തം രക്ഷിതേന രക്ഷിക്കപ്പെടുന്നതും, സുപുഷ്ടേന ഏറ്റവും പുഷ്ടിയും അതേപോലെ ബലീയസ ശക്തിയുള്ളതുമായിട്ടുള്ള, അധ്രുവേണ ശരീരേണ ശരീരേണ ഈ ശരീരം കൊണ്ട്. അപ്പോൾ ശരീരത്തിന് നമ്മളൊക്കെ നമ്മളെപ്പോലെയുള്ള ലൗകികർ കൽപ്പിക്കുന്ന മഹത്വമാണ് ഇവിടെ ആദ്യം പറഞ്ഞ. എന്തൊക്കെയാണ്? മോഹം കൊണ്ട് രക്ഷിക്കപ്പെടുന്നതാണ്. അതായത് നമ്മളൊക്കെ വിചാരിക്കാറുണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ്, നമ്മുടെ മോഹങ്ങളാണ് എന്ന്. ഈ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒന്നുമില്ലാതെ ഇരുന്നാലും ജീവിതം മുൻപോട്ട് തന്നെ പോകും. അപ്പോൾ നമ്മളെ നയിക്കുന്നത് മോഹങ്ങളാണോ? അല്ല. ഈ മോഹങ്ങളൊക്കെ മോഹഭംഗങ്ങളായാൽ ദുഃഖത്തെ തരുന്നതും മോഹസാഫല്യമാകുമ്പോൾ സുഖത്തെ തരുന്നതുമാണ്. അപ്പോൾ സുഖ ദുഃഖങ്ങളെ നൽകുന്നതാണ് മോഹങ്ങളൊക്കെ. ഈ മോഹങ്ങളല്ല നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. മോഹങ്ങളുടെ അഭാവത്തിലും ജീവിതം മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ മോഹം നിമിത്തം രക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള, അതേപോലെ ഏറ്റവും പുഷ്ടിയും വലിയ ബലമായിട്ടുള്ളതും ശക്തിയുള്ളതുമായിട്ടുള്ള ശരീരമാണ് ഈ ശരീരം. അതെങ്ങനെയുള്ളതാണ്? അധ്രുവേണ ധ്രുവമല്ലാത്തതാണ്. ധ്രുവം എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളത് എന്നർത്ഥം. അധ്രുവം ഉറപ്പില്ലാത്തത് എന്ന് പറഞ്ഞാൽ നശിക്കുന്നതായിട്ടുള്ളത്. ഉറപ്പുള്ളത് എന്താണ്? നാശമില്ലാത്തതിനെ ഉറപ്പുള്ളൂ. നശിക്കുന്നതിനൊക്കെ ഉറപ്പില്ലായ്മയുമുണ്ട്. അതെന്നും നിലനിൽക്കുന്നതല്ല. അപ്പോൾ അധ്രുവേണ നശ്വരമായിട്ടുള്ളതായിട്ടുള്ള ഈ ശരീരം കൊണ്ട് ശുകശാസ്ത്രകഥാം വിനാ. ശുകശാസ്ത്രകഥ ശ്രീ ശുകമഹർഷിയാൽ പറയപ്പെട്ട ഈ ശാസ്ത്രത്തിലെ കഥകൾ. ഇതം ഭാഗവതം ശാസ്ത്രം. ഈ ഭാഗവതമാകുന്ന ഈ ശാസ്ത്രത്തിലെ കഥകൾ കേൾക്കുന്നതല്ലാതെ, വിന അത് കൂടാതെ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ശരീരം കൊണ്ട് ഏതു നിമിഷവും പൊലിഞ്ഞു പോകാവുന്ന നശ്വരമായിട്ടുള്ള ഈ ശരീരം കൊണ്ട്, ഈ ശരീരമാകട്ടെ നമ്മളെ അങ്ങനെ മോഹം കൊണ്ട് രക്ഷിച്ചു പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ശരീരത്തിനോളം ശക്തിയുള്ള, പുഷ്ടിയുള്ള, സൗന്ദര്യമുള്ള മറ്റൊന്നില്ല എന്ന് നമുക്കൊക്കെ തോന്നാറുണ്ട്. അങ്ങനെയുള്ള ഈ ശരീരം പക്ഷേ നശ്വരമാണെന്നറിയുക. ആ നശ്വരമായ ശരീരം കൊണ്ട് ഈ ജന്മത്തിൽ ശ്രീ ശുക മഹർഷിയാൽ രചിക്കപ്പെട്ട ഈ ഭാഗവത കഥ കേൾക്കുകയല്ലാതെ കിം വിന മറ്റെന്താണ് ചെയ്യാനുള്ളത്? മറ്റെന്ത് ചെയ്താലും അതൊക്കെ നിഷ്ഫലമാണ്. കാരണം ഇത് കേൾക്കുന്നതിലൂടെ നമ്മൾ ഈ ജന്മം എടുക്കാനിടയായിട്ടുള്ള കാരണങ്ങളെ തന്നെ ഇല്ലാതെയാക്കും. നമ്മൾ പ്രാരബ്ധമായും സഞ്ചിതമായും കൊണ്ടുവന്നിരിക്കുന്ന കർമ്മങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഓരോ ജന്മവും എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ പ്രാരബ്ധങ്ങളെ ഒക്കെയും ഇല്ലാതെയാക്കുന്നതാണ് ഈ ഭാഗവത കഥാശ്രവണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഭാഗവത കഥാശ്രവണത്തെ ഈ നിമിഷം പോലും വീണുപോകാവുന്ന ശരീരം കൊണ്ട് കേട്ട് അതിന് ഈ ജന്മത്തിന് ഹേതുവായിട്ടുള്ളതിനെ തന്നെ വേരോടെ അറുത്ത് കളയുക എന്നുള്ളതല്ലാതെ ഈ ശരീരം കൊണ്ട് മറ്റെന്ത് ചെയ്താലും, മറ്റെന്തൊക്കെ നേടിയെന്ന് തോന്നിയാലും ഒക്കെ നിഷ്ഫലമാണ്. നേടുന്നതൊക്കെയും എല്ലാം ഇവിടെ ഉപേക്ഷിച്ചു പോകാനുള്ളവയാണ്. അങ്ങനെ ഇരിക്കെ ഉപേക്ഷിക്കാതെ പോകാൻ കഴിയുന്നതൊന്നേയുള്ളൂ. ഈ ഭാഗവത കഥാശ്രവണത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഈ ഒരു സംസ്കാരം, ഈ ഒരു ശാന്തി, ഈ ഒരു ആത്മീയത, അതിവിടെ ഉപേക്ഷിക്കപ്പെടില്ല. അത് നമ്മളോടൊപ്പം കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഉപേക്ഷിച്ചു പോകേണ്ടതിനെയൊക്കെ നമ്മൾ നേടിയെടുക്കുവാൻ വല്ലാതെ തത്രപ്പെട്ടു പായുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് ഈ ജന്മം എന്നല്ല, എത്ര ജന്മം കഴിഞ്ഞാലും നമ്മളോടൊപ്പം വഹിച്ചുകൊണ്ട് പോകാവുന്നതായിട്ടുള്ള
ഉറപ്പുള്ള ഒരു സംസ്കാരത്തെ, ഉറപ്പുള്ള ഈശ്വര വിശ്വാസത്തെ, ഈശ്വര ഭക്തിയെ, ഭഗവാനിങ്കലുള്ള ഭക്തിയെ നേടിയെടുക്കുവാൻ ഈ ഭാഗവത കഥാശ്രവണം ഒന്നുകൊണ്ട് മാത്രമേ കഴിയൂ എന്ന് ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കിം മോഹതോ രക്ഷിതേന സുപുഷ്ടേന ബലീയസ അധ്രുവേണ ശരീരേണ ശുകശാസ്ത്രകഥാം വിനാ. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അധ്രുവേണ എന്നുള്ളത് അകാരം, നന്നായി ശ്രദ്ധിച്ച് തന്നെ ഉച്ചരിക്കുക. ബാക്കി എളുപ്പമുണ്ട് എല്ലാ പദങ്ങളും. ഇനി അടുത്തത് 58-ാമത്തെ ശ്ലോകമാണ്. അസ്ഥിസ്തംഭം സ്നായുബദ്ധം മാംസശോണിതലേപിതം ചർമാവനദ്ധം ദുർഗന്ധം പാത്രം മൂത്രപുരീഷയോഃ. അസ്ഥിസ്തംഭം സ്നായുബദ്ധം. അസ്ഥി എല്ലുകൾ, സ്തംഭം എന്ന് പറഞ്ഞാൽ തൂണ്. അപ്പോൾ എല്ലുകളാകുന്ന തൂണുകളിൽ സ്നായുബദ്ധം, സ്നായു എന്ന് പറഞ്ഞാൽ ഞരമ്പുകൾ, സ്നായുബദ്ധം ആ ഞരമ്പുകളാകുന്ന കയറുകൊണ്ട് കെട്ടി ഉറപ്പിക്കപ്പെട്ടിട്ടുള്ള മാംസശോണിത ലേപിതം, മാംസശോണിത ലേപിതം, മാംസം ശോണിതം എന്ന് പറഞ്ഞാൽ രക്തം, മാംസം രക്തം എന്നിവയാൽ ലേപിതം ലേപനം ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ചർമാവനദ്ധം ദുർഗന്ധം പാത്രം മൂത്രപുരീഷയോഹോ. ചർമാവനദ്ധം, ഇനി ഇതിനെ എല്ലാം കൂടി ചേർത്ത് ചർമ്മം കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അസ്ഥികൾക്ക് ചുറ്റും ഞരമ്പിലൂടെ, ഞരമ്പാകുന്ന കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതിന് പുറത്തായിട്ട് മാംസവും രക്തവുമുണ്ട്. അങ്ങനെ മാംസവും രക്തവും കൊണ്ട് ആലേപനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ശരീരത്തെ ചർമാവനദ്ധം, തൊലി കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നതായതുകൊണ്ട് ദുർഗന്ധം പാത്രം മൂത്രപുരീഷയോഹോ. ദുർഗന്ധം, ഈ തോലുകൊണ്ടിങ്ങനെ മൂടപ്പെട്ടിട്ടുള്ള ഈ ദേഹമാകട്ടെ ദുർഗന്ധം വമിക്കുന്നതാണ്. കാരണം പാത്രം മൂത്രപുരീഷയോഹോ, മലമൂത്രങ്ങളുടെ പാത്രമായിരിക്കുന്നത് നിമിത്തം നമ്മുടെ ശരീരത്തിൽ അതെന്തിനെ സംഭരിച്ചു വച്ചിരിക്കുന്നു? മൂത്രത്തെയും മലത്തെയും ഒക്കെ സംഭരിച്ചു വച്ചിരിക്കുകയാണ്. ഈ മലം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള മലങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ചിന്തകളിലൂടെ ധാരാളം മലം ഉള്ളിലേക്ക് എടുക്കുന്നു. ശരീരം സ്വയമേവ മലം ഉൽപ്പാദിപ്പിക്കുന്നു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മൂത്രവും മലവുമൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മലം കൊണ്ടും മൂത്രം കൊണ്ടും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ദേഹം ദുർഗന്ധം വമിക്കുന്ന പാത്രമാണ്. അപ്പോൾ നമ്മൾ എന്തിനെ ഓർത്ത് അഭിമാനം കൊള്ളുന്നു? അത് ദുർഗന്ധപൂരിതമാണെന്നറിയുന്നിടത്താണ് അതിനെ ഉപേക്ഷിക്കുവാനുള്ള ഒരു താല്പര്യം നമ്മളിലുണ്ടാകുന്നത്. അല്ലെങ്കിലാകട്ടെ ദുർഗന്ധം വമിക്കുന്നതെന്നറിയാതെ ഈ ശരീരത്തിൽ ദുരഭിമാനം കൊണ്ട് തൻ്റെ ശരീര സൗന്ദര്യത്തിലും പുഷ്ടിയിലും ബലത്തിലും ആരോഗ്യത്തിലുമൊക്കെ മതിച്ചു നടന്ന് ജീവിതത്തെ പാഴാക്കി കളയുന്നു. മൂത്രപുരി എന്നാണ് പറഞ്ഞത്. പുരി അതിൻ്റെ വാസസ്ഥാനമാണ്. മലമൂത്രങ്ങളുടെ ഒരു വാസസ്ഥാനമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ വാസസ്ഥാനം നമ്മളതാണെന്ന് നമ്മൾ ചിന്തിച്ച് നടക്കുന്ന ഈ ദേഹം നമ്മുടേതല്ല. കുറേയധികം മലവും മൂത്രവും ഒക്കെ വസിക്കുന്ന വെറും ഒരു പാത്രമാണ്, അതിൻ്റെ ഇരിപ്പിടമാണ് എന്നറിയുക. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം.
അസ്ഥിസ്തംഭം സ്നായുബദ്ധം മാംസശോണിതലേപിതം ചർമാവനദ്ധം ദുർഗന്ധം പാത്രം മൂത്രപുരീഷയോ. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അസ്ഥിസ്തംഭം, ആദ്യത്തേത് രഥത്തിൻ്റെ തായാണ്, രണ്ടാമത്തേത് തായാണ്, ഒപ്പം ഭ എന്ന ഖരാക്ഷരവും വന്നിരിക്കുന്നു. അതുകൊണ്ട് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. അതുപോലെ സ്നായുബദ്ധം, മാംസശോണിതലേപിതം കുറച്ചുകൂടി എളുപ്പമാവും. പിന്നെ മൂത്രപുരീഷയോഹോ, അവിടെ ഒരു വിസർഗവുമുണ്ട്, ഓകാരം നീട്ടിയെടുക്കുകയും വേണം. ഇനി നമുക്ക് 59-ാമത്തെ ശ്ലോകം നോക്കാം. ജരാശോകവിപാകാർത്തം രോഗമന്ദിരമാതുരം ദുഷ്പൂരം ദുർധരം ദുഷ്ടം സദോഷം ക്ഷണഭംഗുരം. ജരാശോകവിപാകാർത്തം, ജരാശോക, ശോകമെന്നാൽ ദുഃഖം. ഈ ശരീരത്തെ ജരാനരകൾ ബാധിക്കുന്നതിലൂടെ വിപാകാർത്ഥം, ദുഃഖവും അതിയായ ദുഃഖവും, അല്ലേ? ആദ്യം ചെറിയൊരു നര വരുമ്പോൾ അത്രയും ബുദ്ധിമുട്ടില്ല, പക്ഷെ അത് കൂടുമ്പോഴോ ദുഃഖത്തിൻ്റെ വിപാകാർത്ഥം, വളരെ ആഴത്തിലുള്ള ദുഃഖം തന്നെ അതുകൊണ്ടുണ്ടാകുന്നു. പിന്നെ രോഗമന്ദിരമാതുരം, ഈ ദേഹത്തിൽ ജരാനരകൾ മാത്രമല്ല, രോഗങ്ങളുടെയും ഇരിപ്പിടമാണ്, ഭവനമാണ്. രോഗമന്ദിരം എന്നാണ് പറഞ്ഞത്. രോഗമന്ദിരം ആതുരം, ഈ രോഗങ്ങൾക്കൊക്കെ ഇരിപ്പിടമായിട്ടുള്ള, അല്ലെങ്കിൽ അവയ്ക്ക് വാസസ്ഥാനമായിട്ടുള്ള ഈ ദേഹം വീണ്ടും നമ്മളെ രോഗത്തിൻ്റെ രൂപത്തിലും വന്ന് ദുഃഖിപ്പിക്കുന്നു. ദുഷ്പൂരം ദുർധരം ദുഷ്ടം, ദുഷ്പൂരം, അതിനെ നമുക്ക് പൂരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ അതിനെ തൃപ്തിപ്പെടുത്തുക അത്യന്തം ദുഃഖമായിട്ടുള്ള, പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലോ ദുർധരവുമാണത്, ധരിക്കുവാൻ എളുപ്പമല്ലാത്തതുമാണ്, ദുഷ്ടമാണ്, ദുഷിച്ചതാണ്. സദോഷം ക്ഷണഭംഗുരം, സദോഷം, ദോഷങ്ങളോട് കൂടിയത്. നമ്മൾ സാധാരണ 3 തരത്തിലുള്ള ദോഷങ്ങളെയാണ് ശരീരത്തിന് പറയുന്ന: വാത പിത്ത കഫാദി ദോഷങ്ങൾ. അപ്പോൾ ഈ 3 തരത്തിലുള്ള ദോഷങ്ങളോട് കൂടിയവയാണ്. പിന്നെയോ ക്ഷണഭംഗുരം, വളരെ പെട്ടെന്ന് തന്നെ, നിമിഷാർത്ഥം കൊണ്ട് തന്നെ നശിക്കുന്നതുമാണ്. എത്രയോ ചെറിയൊരു സമയം കൊണ്ട് തന്നെ ഇത് പതിച്ചു പോകാവുന്നതാണ്. അപ്പോൾ പലതരത്തിലുള്ള ദുഃഖങ്ങളാണ് ശരീരത്തിനുണ്ടാകുന്നത്. ജരകൾ ബാധിക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നു. അതാകട്ടെ ആ ദുഃഖത്തിൻ്റെ ആഴം പോകെ പോകെ കൂട്ടുകയും ചെയ്യുന്നു. പിന്നെയോ രോഗങ്ങളുടെ വാസസ്ഥാനമായി മാറുന്നു പിന്നീട് ഈ ശരീരം. അതും നമ്മളെ വീണ്ടും ആതുരന്മാരാക്കുന്നു, ദുഃഖിതന്മാരാക്കുന്നു. ഇങ്ങനെയുള്ള ഈ ശരീരത്തെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. നമുക്ക് എത്രയൊക്കെ സൗഭാഗ്യമോ പദവിയോ സമ്പത്തോ ഒക്കെ വന്നാലും വീണ്ടും വേണമെന്നുള്ള ഒരു ആർത്തി ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഒരിക്കലും തൃപ്തിപ്പെടുത്തുവാൻ കഴിയില്ല. എന്നാൽ ഇതിനെ ധരിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുമാണ്. ഉപേക്ഷിക്കാനും ആവില്ല. നമ്മൾ വേണ്ട എന്ന് വെക്കുമ്പോൾ ഈ ദേഹത്തെ ഉപേക്ഷിക്കുകയും സാധ്യമല്ല. ദുഷ്ടതകൾ ഏറെ നിറഞ്ഞതാണിത്. 3 തരത്തിലുള്ള ദോഷങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ ഈ ദേഹത്തിൽ കടന്നുകൂടാവുന്നതാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ദുഃഖങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതായ ഈ ശരീരമാകട്ടെ
ക്ഷണഭംഗുരമാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഉടഞ്ഞു പോകാവുന്ന ഒരു പളുങ്കുപാത്രം പോലെയാണ്. അപ്പോൾ സത്യത്തിൽ ഈ ജന്മം അല്ലെങ്കിൽ ഈ ശരീരം നമ്മളെ ദുഃഖിപ്പിക്കുകയാണോ സുഖിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ദുഃഖിപ്പിക്കുക തന്നെയാണ്. പക്ഷെ നമ്മളതറിയാതെ ആ ദുഃഖത്തിനിടയിലും എന്തൊക്കെയോ നേടാൻ വീണ്ടും വീണ്ടും അത് നമ്മളെ ദുഃഖിപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും എന്തിനൊക്കെയോ പിന്നാലെ പായുകയാണ് നമ്മളൊക്കെ. ഒട്ടകത്തിൻ്റെ കാര്യം പറയാറുണ്ട്. ഒട്ടകത്തിന് ഏറ്റവും ഇഷ്ടം മുള്ളുള്ള ചെടികളാണത്രേ തിന്നാൻ. എന്നാൽ ആ തിന്നുമ്പോൾ അതിൻ്റെ തൊണ്ടയിലെല്ലാം ആ മുള്ള് കൊണ്ടിട്ട് വായിൽ നിന്നും രക്തം പൊടിയുകയും ചെയ്യും. വീണ്ടും പക്ഷെ അതിന് പ്രിയം ആ മുള്ളുള്ള ചെടികളോടാണ്. ഇതുപോലെയാണ് അത്ര മനുഷ്യൻ തൻ്റെ കാമാർത്തികളുടെ പിന്നാലെ അങ്ങനെ പായുകയാണ്. പലതരത്തിലുള്ള മോഹങ്ങളാണ് ഭരിക്കുന്നത്, ആഗ്രഹങ്ങളാണ് ഭരിക്കുന്നത്, അതിമോഹങ്ങളാണ്, സ്വാർത്ഥതയാണ് മനുഷ്യനെ ഭരിക്കുന്നത്. അതിനു പിന്നാലെ പായുമ്പോൾ അറിയുന്നില്ല ഇതോരോന്നും നമ്മളെ തന്നെ ദുഃഖിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിലൂടെ നേടുന്നതൊക്കെയും നമ്മുടെ ദുഃഖത്തിന്, നമ്മുടെ നാശത്തിനുള്ള കാരണമായി തീരുമെന്ന് അറിയാതെയാണ് ഈ പരക്കം പാച്ചിൽ അത്രയും. അപ്പോൾ ശരിക്കും എന്താണ് ഈ ശരീരം നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട്, അല്ലെങ്കിൽ എന്താണ് ഈ ശരീരമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം ഇത് വളരെ സ്പഷ്ടമായി ഇവിടെ നമുക്കായിക്കൊണ്ട് ആ ധുന്ധുകാരി പറയുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അസ്ഥിസ്തംഭം സ്നായുബദ്ധം 59ാമത്തെ ശ്ലോകമാണ്. ജരാശോകവിപാകാർത്ഥം രോഗമന്ദിരമാതുരം ദുഷ്പൂരം ദുർധരം ദുഷ്ടം സദോഷം ക്ഷണഭംഗുരം. ശ്ലോകം വായിക്കാൻ പൊതുവെ എളുപ്പമുള്ള ശ്ലോകം തന്നെയാണ്. ജരാശോക വിപാകാർത്ഥം, അതുപോലെ രോഗമന്ദിരമാതുരം, അതൊക്കെ എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് 60ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.